ഞങ്ങളിതാ ഇങ്ങനെ ഫ്രൈഡേ ആവാൻ വേണ്ടി കാത്തിരിക്കും കേട്ടോ. കാരണം സാറ്റർഡേ സൺഡേ എല്ലാവരും ഫ്രീ ആണല്ലോ. അതുകൊണ്ട് തന്നെ എവിടെ പോകണം, എന്ത് ചെയ്യണം, അങ്ങനെ ആകെ മൊത്തം പ്ലാനിങ് ആയിരിക്കും. ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളൊക്കെ പറയുമെങ്കിലും ഇത്തവണ നമ്മൾ എല്ലാവരും കൂടെ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു സ്ഥലമാണ് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയായിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും അങ്ങോട്ടേക്ക് നമുക്ക് സർപ്രൈസ് ആയിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. 9 മണിക്ക് ഇവിടുന്ന് വിട്ടാൽ 10:30 ആകുമ്പോഴേ നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിൽ എത്തി. എന്താണെങ്കിലും കേൾക്കുമ്പോൾ സുഖമാണ് സർപ്രൈസ്. പക്ഷെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരെന്താണെങ്കിലും ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ മിക്കവാറും പട്ടിണിയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ എന്തിനാ പടി വാങ്ങി കൂട്ടുന്നതെന്ന് വിചാരിച്ച് ഇതിനുള്ള ചോറ് നമ്മൾ പാഴ്സലാക്കി എടുക്കുകയും ചെയ്തു. നമുക്കുള്ള ഫുഡ് നമ്മുടെ വയർ നിറച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ജ്യൂസ് ബോക്സ് കയറുതല്ല അടിപൊളി ഷവർമയും അത് കണക്കുന്നത് നല്ല അടിപൊളി അൽഫാമും മയണൈസും ഒക്കെ കൂട്ടി അങ്ങ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ വയറ് മറന്നുള്ള പരിപാടിക്ക് നമ്മൾ അങ്ങനെ ഷവർമ വന്നു, അതിനെ കൂട്ടി നമ്മുടെ അൽഫാമും വന്നു, അതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു. അതിനുശേഷം നല്ല അടിപൊളി ഒരു ജ്യൂസും കൂടെ കുടിച്ചപ്പോഴത്തേക്കും എന്താണെങ്കിലും ഡിന്നറിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കേട്ടോ. ശരിക്കും ഈ ഒരു സർപ്രൈസ് വിസിറ്റിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് ചുമ്മാ നാത്തൂരൊന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരും, നമുക്കിവിടെ മേളിൽ ടെറസിൽ ഒരു അടിപൊളി അൽഫാമൊക്കെ സെറ്റ് ചെയ്യാം, എന്താണെങ്കിലും തണുപ്പും കൂടെ അല്ലേ, നല്ല വൈബായിരിക്കും. പക്ഷേ ഞങ്ങളുടെ പ്ലാനിങ് എല്ലാം ഫ്ലോപ്പായി. ആൾക്ക് പറ്റില്ല. കാരണം അവർ രണ്ടുപേരും കൂടെ നാളെ അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഹൊസൂറിൽ ഒരു അടിപൊളി ഒരു നല്ല വൈബൊക്കെ ഉള്ള ഒരു അമ്പലം മലയുടെ മുകളിലാണ് കേട്ടോ. ശരിക്കും ഒന്ന് പോകേണ്ടത് തന്നെയാണെന്ന് എന്നോട് ഒരുപാട് തവണ നാത്തൂൻ പറഞ്ഞെന്നെ കൊതിപ്പിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അവർ നാളെ പോകുന്ന സ്ഥിതിക്ക് എനിക്ക് കൊണ്ടൊന്ന് പോകണം തോന്നി. അതാണ് കേട്ടോ ഈ ഒരു പെട്ടെന്നുള്ള സർപ്രൈസ് വിസിറ്റ്. എന്താണെങ്കിലും 1.5 മണിക്കൂറത്തെ നമ്മൾ ട്രാഫിക്കൊക്കെ താണ്ടി നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെന്താണെങ്കിലും ഷോക്കാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. അങ്ങനെ അവരുടെ ഫ്ലാറ്റ് എത്തി. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം നേരെ മേലോട്ട് പോകാനായിട്ട്. എന്താണെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വരവ് അവരെ ശരിക്കും ഒന്ന് ഷോക്കാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്താണെങ്കിലും ആദ്യത്തെ എക്സ്പ്രഷൻ ഇതായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആൾ ശരിക്കും ഒന്ന് ഞെട്ടി. പിന്നെയാണ് ആൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം കണ്ടത് കേട്ടോ. അതിനുശേഷമുള്ള ആക്ടിംഗ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അകത്തേക്ക് കയറി എൻ്റെ ആദ്യ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ജനൽ തുറന്നിട്ടതിന് ശേഷം ഇങ്ങനെ കാറ്റും കൊണ്ട് കുറേ നേരം നിൽക്കും കേട്ടോ. ഇവർക്ക് പിന്നെ ഇവിടെ ക്രിസ്മസ് കഴിഞ്ഞാൽ ഇവരെ ക്രിസ്മസ് സ്ട്രീം ലൈറ്റൊക്കെ ഇവിടെ തന്നെ കാണും കേട്ടോ. എന്താണെങ്കിലും ആൾ നല്ല കരിഞ്ഞ കിഴങ്ങുഴിക്കോറ്റും അതിനൊക്കെ തന്നെ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ, അരിയുണ്ടായിരുന്നു. എന്താണെങ്കിലും എൻ്റെ പല്ലിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമെന്നൊക്കെ കളിയാക്കി പറഞ്ഞുകൊണ്ടാണ് കഴിച്ചെങ്കിലും സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ പരിപ്പ് കറിയും കിഴങ്ങുഴിക്കോട്ടിയും. എന്താണെങ്കിലും സംഭവം കരിഞ്ഞതാണെങ്കിലും അടിപൊളിയായിരുന്നു. അതിനുശേഷം രാത്രി 12 മണിക്കുള്ള പരിപാടികളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഫ്ലാറ്റിലുള്ള എല്ലാവരും ഇന്ന് ഉറങ്ങിയത് തന്നെ.